നമസ്കാരം. ആദ്യമൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ചുരുട്ടിവെച്ച 400+ എന്ന അവകാശവാദം വീണ്ടും എടുത്തു പുറത്തിടുകയാണ് ബി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം 400-ലേറെ സീറ്റ് നേടുമെന്ന് ആവർത്തിച്ച് മുതിർന്ന BJP നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ രംഗത്ത് വന്നു. BJP അധിക സീറ്റുകൾ നേടുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കണക്ക് എനിക്ക് ചൂണ്ടിക്കാണിക്കാനാകുമെന്നും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അമിത്ഷാ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ 30 സീറ്റുകൾ നേടും. ബീഹാറിൽ ഞങ്ങളുടെ നില 2019 നിലയിൽ തന്നെ തുടരാനാണ് സാധ്യത. ഒഡീഷയിൽ ഞങ്ങൾ 16-ലെത്താം, അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. തെലങ്കാനയിൽ 10-12 സീറ്റുകൾ നേടും. ആന്ധ്രാപ്രദേശിൽ NDA സീറ്റ് നില 17-നും 18-നും ഇടയിലായിരിക്കും. തമിഴ്നാട്ടിലും കേരളത്തിലും ഞങ്ങൾ അക്കൗണ്ടുകൾ തുറക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് അമിത്ഷാ അഭിമുഖത്തിൽ പറഞ്ഞത്. കേൾക്കുമ്പോൾ ഒരു കൊട്ടക്കണക്കിന്റെ ഫീലിംഗ് ഉണ്ടാകുമെങ്കിലും നരേന്ദ്രമോദി പറഞ്ഞതിനേക്കാൾ യാഥാർത്ഥ്യബോധം കേരളത്തിന്റെ കാര്യത്തിലെങ്കിലും അമിത്ഷാ കാണിച്ചു എന്ന് പറയാതെ വയ്യ. 2 അക്കം കടക്കും കേരളത്തിൽ എന്നായിരുന്നു മോദി അവകാശപ്പെട്ടത്. അത് മാറ്റി ഇപ്പോൾ അക്കൗണ്ട് തുറക്കുമെന്ന BJPയുടെ പതിവ് പല്ലവിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. 400+ എന്ന BJPയുടെ അവകാശവാദം ഉയർത്തിയ ഭരണഘടനാ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളെ ബാധിച്ചു എന്നത് ശരിവെച്ചുകൊണ്ടാണ് അമിത്ഷാ അക്കാര്യത്തിലും അഭിപ്രായം രേഖപ്പെടുത്തിയത്. 2014 മുതൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അത് ഒരിക്കലും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണം എടുത്തുകളയുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. 10 വർഷമായി ഞങ്ങൾ കേന്ദ്രത്തിലുണ്ട്. സംവരണത്തിൽ തൊട്ടിട്ടില്ല. മറിച്ച് കർണാടകയിലും തെലങ്കാനയിലും മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയാണ് കോൺഗ്രസ് SC, ST, OBC വിഭാഗങ്ങളുടെ ക്വാട്ട കുറച്ചത്. ഞങ്ങൾ അത്തരത്തിലുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഏകീകൃത സിവിൽ കോഡ് ഞങ്ങളുടെ ഒരു വലിയ തീരുമാനമായിരുന്നു. മുത്തലാഖ് എടുത്തു കളഞ്ഞത് വലിയ തീരുമാനമായിരുന്നു. കൂടാതെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും ഞങ്ങളുടെ അത്തരത്തിലൊരു തീരുമാനമാണ്. ഭരണഘടനാപരമായി അനുശാസിക്കുന്ന സംവരണം അവസാനിപ്പിക്കുക എന്നത് ഞങ്ങളുടെ അജണ്ടയിലില്ല. അത് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. സംവരണം മാത്രമാണ് കോൺഗ്രസ് ഇതിലെല്ലാം കാണുന്നതെങ്കിൽ അതിനുള്ള പ്രതിവിധി നമ്മുടെ പക്കലില്ലെന്നും അമിത്ഷാ പറയുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ പ്രസിദ്ധമായ വിഭവങ്ങളുടെ അവകാശം പരാമർശത്തിൽ കോൺഗ്രസിന്റെ മുൻഗണന നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ മുൻഗണന മുസ്ലിം വോട്ടുകൾക്കാണ്, അല്ലാതെ വികസനത്തിനല്ല. ദരിദ്രരെ എങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന് വിഭജിക്കാനാകും എന്ന ചോദ്യം അമിത്ഷാ ചോദിക്കുന്നുണ്ട്. അത് ശരിയാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഞങ്ങൾ ദരിദ്രരെ ശാക്തീകരിക്കുമെന്ന് മോദിജി പറഞ്ഞിട്ടുണ്ട്. അതൊരു സമഗ്രമായ സമീപനമാണ്. ഗുജറാത്തിൽ ചില മുസ്ലിം ജാതികളുണ്ട്. എന്നാൽ കർണാടകയിൽ ഒരു സർവേയും കൂടാതെ മുസ്ലിം സമുദായത്തെ മുഴുവൻ പിന്നാക്ക ജാതിക്കാരായി പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. കോടീശ്വരന്മാരായവരെ പോലും OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. കോടീശ്വരനായ ഒരു മുസ്ലിമിനെ എങ്ങനെ പിന്നാക്കക്കാരനായി കാണാനാകും? അവർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ചെയ്യുകയാണ് ചെയ്തത്. ഹിന്ദുക്കളിലും ചില ജാതികൾ മാത്രമാണ് പിന്നാക്കം നിൽക്കുന്നത്. നമുക്ക് എല്ലാ ഹിന്ദുക്കളെയും പിന്നാക്ക വിഭാഗത്തിൽ പെടുത്താനാവുമോ? കോൺഗ്രസിനാണെങ്കിലും ഹിന്ദുക്കളെയെല്ലാം സംവരണത്തിന് കീഴിൽ വരുത്താമോ? അവർ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണ്. ദാരിദ്ര്യമോ പിന്നാക്കാവസ്ഥയോ പരിഗണനയുടെ ഒരു സൂചികയാകാം, അല്ലാതെ മതമല്ല. നമ്മുടെ ഭരണഘടന അത് അനുവദിക്കുന്നില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുന്നു. രാമക്ഷേത്രം എപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്, തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ക്ഷേത്ര നിർമ്മാണത്തിന് കോൺഗ്രസ് തടസ്സം നിൽക്കുന്നുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മോദിജി ഈ പ്രശ്നത്തെ പരിഹരിച്ചത് എങ്ങനെയെന്ന് അവർ കണ്ടതാണ്. എന്നിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 4 ഘട്ടം പിന്നിടുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിട്ടില്ല എന്ന് വിളംബരം ചെയ്യേണ്ടത് അടുത്ത 3 ഘട്ട തെരഞ്ഞെടുപ്പിൽ അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഷാ ഇപ്പോൾ പുതിയ അവകാശവാദവും കോൺഗ്രസിനെതിരെ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് അടുത്ത ഘട്ടങ്ങളിൽ അവരെ തുണയ്ക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.